Hey Luna, I'm very happy to see you again. ഞാനും ഒരുപാട് മിസ് ചെയ്തിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലല്ല, ഇവിടെ എനിക്കൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഈ മത്സരത്തിൽ എനിക്ക് പ്രൂവ് ചെയ്തേ പറ്റൂ. തീർച്ചയായും നീ നല്ല പോലെ തന്നെ കളിക്കണം. ഞങ്ങൾക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഇതൊരു കൂൾ മൂഡാ. ഉറപ്പായിട്ടും നിങ്ങളെ ഞങ്ങൾ അട്ടിച്ചിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചിലതുണ്ട്. അതുകൊണ്ട് ഒരവസരവും ഇനി പാഴാക്കാനില്ല. നമുക്ക് നോക്കാം. വർഷത്തിൽ തോൽവിയറിയാതെ സഞ്ചരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് ഇനി തീർച്ചയായിട്ടും വിജയിക്കേണ്ടുന്ന 2 മത്സരങ്ങളാണ് വരുന്നത്. അതിലെ ആദ്യത്തെ കണ്ണി ഈസ്റ്റ് ബംഗാൾ FC. സീസണിൽ ഇതിനോടകം 16 മത്സരങ്ങളിൽ നിന്ന് 10 തോൽവി വഴങ്ങി 11ാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ നിൽക്കുന്നത്. ഇപ്പോഴും അവരുടെ സ്ക്വാഡ് ഡെപ്ത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിലേക്ക് ആ ടീം എത്തി നിൽക്കുന്നു. ഏറെ സ്റ്റാർ വാല്യൂ ഉള്ള ബോത്ത് ഇന്ത്യൻ ആൻഡ് ഫോറിൻ പ്ലേയേഴ്സിനെ ക്ലബിലേക്ക് എത്തിച്ച ഈസ്റ്റ് ബംഗാളിന് കളത്തിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. മോശം പ്രകടനത്തിൽ നിന്ന് പുതിയ പരിശീലകൻ ചുമതലയേറ്റപ്പോൾ ആദ്യ സമയങ്ങളിൽ കുറച്ച് മികവ് കാണിച്ചെങ്കിലും പിന്നെ പഴയ ട്രാക്കിലേക്ക് പോയി. പക്ഷെ അപ്പോഴും ഓരോ മത്സരങ്ങളും ഒരു ഗോളിന്റെ മാർജിനിലൊക്കെയാണ് പരാജയപ്പെടുന്നത്, അല്ലെങ്കിൽ കൈവിട്ട് കളയുന്നത് എന്ന് പറയാം. അതിന് പുറമെ ഈ സീസണിൽ ഇതിനോടകം 7 റെഡ് കാർഡ് കണ്ട ഒരു ടീമാണ് ഈസ്റ്റ് ബംഗാൾ FC. അതുകൊണ്ട് തന്നെ താരങ്ങളുടെ അവൈലബിലിറ്റി കോച്ചിന്റെ ടാക്ടിക്കൽ കൺസിസ്റ്റൻസിയെ ബാധിച്ചതുകൊണ്ടാവാം ഈ പരാജയങ്ങൾക്ക് കാരണം. സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള ദിമിത്രിയോസും ക്ലേറ്റൻ സിൽവിയും പ്രതീക്ഷിച്ചൊരു ഫോമിലേക്ക് എത്താത്തതും ടീമിന് വലിയ തിരിച്ചടിയായി. ഒരു തരത്തിൽ ദിമിത്രിയോസിന് ഇണങ്ങുന്ന ഒരു കളിശൈലി അല്ലായിരിക്കാം ഈസ്റ്റ് ബംഗാൾ ഇതുവരെ പുറത്തെടുത്തിട്ടുള്ളത്. ദിമിത്രിയോസിന് ബോക്സിനകത്തേക്ക് പന്ത് കൃത്യമായി ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ഗോൾ അടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ആ റെഗുലർ സപ്ലൈ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെയാണ് ഗോൾ ക്ഷാമം അനുഭവപ്പെടുന്നത്. എന്നാൽ ആ പോരായ്മ പരിഹരിക്കാനും മുന്നേറ്റത്തിൽ കുറച്ചുകൂടെ വേഗത്തിലുള്ള അറ്റാക്കുകൾ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി റിച്ചാർഡ് സെലിസ് എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ സൈൻ ചെയ്തു. ഗോവയ്ക്കെതിരെ തന്റെ ഡെബ്യൂ മാച്ച് കളിച്ച റിച്ചാർഡ് അപാര പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന് നേരത്തെ മാർക്ക് ചെയ്ത് പരിചയമുള്ള ക്ലേറ്റൻ സിൽവിയേക്കാളും അറ്റാക്കിംഗ് തന്ത്രങ്ങൾ അടുത്തറിയുന്ന ദിമിത്രിയോസിനേക്കാളും ഏറെ അപകടം സൃഷ്ടിക്കാൻ പോകുന്നത് റിച്ചാർഡ് സെലിസ് തന്നെയായിരിക്കും. കൂടാതെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ആദ്യ ലെഗിൽ ഗോൾ നേടിയ മലയാളി താരമായിട്ടുള്ള വിഷ്ണു PV ഇപ്പോഴും അപാര ഫോമാണ്. അവരുടെ പ്രധാന റൈറ്റ് ബാക്ക് ആയിരുന്ന റാക്കിപ്പിന് മസിൽ ഇഞ്ചുറി മൂലം കുറച്ച് മത്സരങ്ങൾ കളിക്കാൻ പറ്റാത്തതിനാൽ നന്ദകുമാർ ശേഖറിനെയാണ് ആ ഒരു പൊസിഷനിലേക്ക് വിന്യസിച്ചിരുന്നത്. പക്ഷെ 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം നന്ദകുമാർ ശേഖറിന് ഈ ഒരു മത്സരം കളിക്കാൻ സാധിക്കില്ല. സോ ഇഞ്ചുറി റിക്കവർ ആയിട്ട് റാക്കിപ്പ് ഈ ഒരു മത്സരത്തിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ഡിഫൻസിൽ അതൊരു വലിയ വിടവ് തന്നെയായിരിക്കും. ഈസ്റ്റ് ബംഗാളിന്റെ റൈറ്റ് ബാക്കിലെ ആ വീക്ക്നെസ് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ വഴിയിലൂടെ അപകടം സൃഷ്ടിക്കാൻ പോകുന്നത് നോവ സദോയിയാണ്. ഹിജാസി മെഹർ, ഹെക്ടർ യൂസ്തെ, ഗോൾ കീപ്പർ പ്രപ്ഷുക്കൻ ഗിൽ ഏറെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക് ലൈൻ ആണിത്. ഇവരെ വേദിച്ച് ഗോളുകൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാലിനെ ചെന്നൈയിലേക്ക് കൊടുത്തിട്ട് ബികാഷ് ഉമ്നാനെ ഇങ്ങോട്ട് എത്തിച്ചു. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ജാനുവരി ട്രാൻസ്ഫറിലെ ഫസ്റ്റ് ലുക്കിൽ ഏറ്റവും മികച്ച ഒരു ട്രാൻസ്ഫർ തന്നെയാണിത്. പക്ഷെ നിലവിലെ ടീമിൽ മിലോസ് ഹോർമി തന്നെയായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ എങ്കിലും അവർക്കൊരു പ്രോപ്പർ ബാക്കപ്പ് കൊടുക്കാൻ ബികാഷിന് തീർച്ചയായിട്ടും സാധിക്കും. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ലൈനപ്പിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച തിരിച്ചു വരുന്നു എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. റൈറ്റ് ബാക്കിൽ വീണ്ടും സന്ദീപ് സിംഗ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഈ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതിന് കാരണം പുള്ളി ലെഫ്റ്റ് ബാക്ക് റോളാണ് കൈകാര്യം ചെയ്തത് എന്നത് തന്നെയാണ്. മുൻപ് ഇവാന്റെ സീസണിൽ സന്ദീപിനെ ഒരുപാട് തവണ ലെഫ്റ്റ് ബാക്കിൽ കളിപ്പിച്ചിട്ടുണ്ട്. ഒരു സെന്റർ ബാക്ക് ആയിട്ടുള്ള സന്ദീപ് ലെഫ്റ്റ് ബാക്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും റൈറ്റ് ബാക്കിൽ പാളിച്ചകൾ വരുത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. ഡിഫെൻഡിംഗ് എന്ന റോളിൽ സന്ദീപ് ഡീസന്റ് ആണെങ്കിലും മുന്നേറ്റത്തിലുള്ള പാസിംഗും ക്രോസുകളും ഒക്കെ വൻ പരാജയമായിരുന്നു. പക്ഷേ ആ പൊസിഷൻ അല്ലാതെ വേറെ എവിടെയും കളിപ്പിക്കാനും പറ്റില്ല. ആ ഒരു പൊസിഷനിൽ വേറെ ബാക്കപ്പ് ഇല്ല. ഇനി ചോദിക്കാനുള്ളത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ മീഡിയ ടീമിനോടാണ്. ഇഷാന്ത് പണ്ഡിറ്റ് എന്ന് പറയുന്ന പ്ലെയർ തിരിച്ചു വന്നു, ട്രെയിനിങ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ പിന്നെ മച്ചാന്റെ ഒരു വിവരമില്ല. ഒപ്പം അസർ, ഐമൻ, സൈഡ് ബെഞ്ചിൽ പോലും ഇവരില്ല. ഏറെ പ്രതീക്ഷകളുള്ള ടീമിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഈ പ്ലെയേഴ്സ് എന്തുകൊണ്ടില്ല? ഇഞ്ചുറി ആണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ഈ ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ എന്തുകൊണ്ടാണ് ഇവർ പിശുക്ക് കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സോ മറ്റു പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്ന ശുഷ്കാന്തിയിൽ ടീമിലെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിരുന്നതിൽ നന്നായിരുന്നു. സോ എന്തായാലും ഈസ്റ്റ് ബംഗാളിനെതിരെ ഈ ഒരു മത്സരം വിജയിച്ച് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാണാം. എന്തായാലും വിഷയപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ആക്കരുത്. ബൈ.